ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഒരു അടിപൊളി ബ്രെഡ് മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിത് ഷോർട്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളായിട്ട് ഞാനിപ്പോൾ ഇത് ഒരു വീഡിയോ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും ഉണ്ടാക്കി വെക്കണേ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുവാനും മറക്കല്ലേ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പാല് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബ്രെഡ് എന്താ പറയുക ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുള്ളത് സാധാ സ്വീറ്റ് ബ്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എക്സ്ട്രാ ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് കൂട്ടിയത് വെച്ചാൽ ചെറിയ പഴമാണ്. അപ്പോൾ ചെറിയ പഴം റോബസ്റ്റോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എടുക്കട്ടെ, വലിയ പഴം എടുക്കണ്ട. ഒന്നുകിൽ ചെറിയ പഴം അല്ലെങ്കിൽ റോബസ്റ്റ എടുക്കുക, ഏതെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കുക, നല്ലോണം കല്ല് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് നല്ലോണം മുരിച്ചെടുക്കാം. അതായത് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടതിന് ശേഷം അത്യാവശ്യം നല്ലോണം ചൂടായിട്ട് ഒരു പൊട്ടുന്ന രീതിക്ക് ആക്കിയെടുക്കാം. എന്നാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാല് നല്ലോണം തിളച്ച് നമുക്കത് ഇറക്കി വെക്കണേ. അപ്പോൾ പാലിലേക്ക് നമ്മൾ എന്താക്കണം, കുറച്ച് ഏലക്കായും കുറച്ച് പഞ്ചസാരയും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്തും കുറച്ച് ഏലക്ക പൗഡറും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കണേ പാല്. അപ്പോൾ ഞാൻ ബ്രെഡൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രെഡ് എത്രയാണോ അതെടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ ഞാനിതൊരു 3 ലെയറാക്കിയിട്ടാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3 ബ്രെഡ് വെച്ചിട്ട് ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കേ. അപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണം വേണ്ടുമെങ്കിൽ 2 എണ്ണം വെച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ബ്രെഡ് നന്നായിട്ട് എണ്ണയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. നല്ലോണം മുരിയുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, നമ്മൾ പാല് മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ക്രിസ്പ് ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമ്മളെ ബ്രെഡൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നല്ലോണം 2 സൈഡിലും അപ്പുറം മറിച്ചിട്ട് കൊടുത്തിട്ട് വേണേ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നല്ലൊരു ടേസ്റ്റ്, 2 ഭാഗവും ക്രിസ്പായി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് നമ്മളെ ബ്രെഡൊക്കെ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്കിതെങ്ങനെ ലെയർ ചെയ്യുന്നതെന്ന് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ മുറിക്കാതെ നമ്മൾ ബ്രെഡ് സാധാ പോലെ എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് അത്ര ഉണ്ടായില്ല. കാരണം ബ്രെഡും ഒന്ന് തണുത്തിട്ടാണ് നമ്മൾ അതിനൊപ്പം പാലൊഴിക്കുന്ന സമയത്ത് വീണ്ടും ഒന്നും കൂടി തണുത്തെടുക്കുമല്ലോ. അപ്പോൾ ബ്രെഡ് എന്തായാലും ചൂടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതെങ്ങനെ ലെയർ ആക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതൊരു പാനിലേക്കനായ ഒരു ബ്രെഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മിക്സാക്കി എടുത്തിട്ട്, അതായത് പാലിൽ നമ്മൾ ഏലക്കായും ആവശ്യത്തിനുള്ള മധുരവും ചേർത്തിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് ചൂടായി തിളപ്പിച്ചതിന് ശേഷം. അപ്പോൾ അതെന്തായാലും മറക്കാതെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കണേ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഫസ്റ്റ് ബ്രെഡിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് പാല് അതിൻ്റെ മേലേക്ക് മിക്സാക്കി ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നമുക്ക് പഴം, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം, ഒന്നുകിൽ റോബസ്റ്റോ പഴം അല്ലെങ്കിൽ ചെറിയ പഴം, കുഞ്ഞിപ്പഴം വെക്കില്ല, അതിൽ രണ്ടിലേതെങ്കിലും ഒന്നും എടുക്കാതെ വലിയ പഴം എടുക്കണ്ടേ. വലിയ പഴം അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് അത്ര ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ നമുക്ക് എന്താക്കണം, ചെറിയ പഴം അല്ലെങ്കിൽ റോബസ്റ്റ പഴം എടുത്തിട്ട് നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലേക്ക് വീണ്ടും ഒരു ബ്രെഡും കൂടി ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കുകയാണ്. നമ്മൾ പാലൊഴിക്കുക, അതുപോലെ തന്നെ എന്നിട്ട് അതിൻ്റെ മേലേക്ക് എന്താക്കുക, നമ്മൾ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മധുരത്തിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടും. കാരണം അത്രയും നല്ലൊരു ടേസ്റ്റിയാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഉച്ചഭക്ഷണം കഴിഞ്ഞ പാട് ഒരു മധുരം കഴിക്കുന്ന അവർക്കൊക്കെ കഴിക്കാൻ വേണ്ടി നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമ്മളിതിലേക്ക് മധുരത്തിന് പകരം നിങ്ങൾക്ക് മിൽക്ക് ബേഡാണ് യൂസ് ആക്കേണ്ടത് വെച്ചാൽ അതും യൂസ് ആക്കേ. പഞ്ചസാര ചേർക്കാതെ മിൽക്ക് ബേഡ് മാത്രം പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് പാല് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് മിൽക്ക് ബേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാല് പഞ്ചസാരക്ക് പകരം മിൽക്ക് ബേഡ് വേണേൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫുൾ ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മുഴുവൻ പാലും കൂടി അതിൻ്റെ മേലേക്ക് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കുന്ന സമയത്ത് ബ്രെഡ് കുതിർന്നത് കൊണ്ട് പൊട്ടിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പൊട്ടിപ്പോകാതെ എടുക്കാനും നല്ല ഭംഗിക്ക് പൊട്ടിപ്പോകാതെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. കാരണം ബ്രെഡ് നമ്മൾ പാലൊഴിച്ചിട്ട് നല്ലോണം കുതിർക്കുകയല്ലേ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ച് മറിച്ചിടുക. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് ചട്ടകം എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മറിച്ചിട്ടെടുക്കാതെ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ആ ബാക്കിയുള്ള പാലും കൂടി അതിലേക്ക് മിക്സാക്കി വറ്റിച്ചെടുക്കുക. ഫുള്ള് പാല് നമ്മൾ പാല് മുഴുവനും നമുക്ക് അതിലേക്ക് വറ്റിച്ചെടുക്കണേ. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൻ്റെ അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് എരിവിനേക്കാളും ഇഷ്ടം മധുരത്തിനോടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും നല്ല മുഴുവനായിട്ടും കഴിക്കും. ഇപ്പോൾ നമ്മളെ ബ്രെഡുണ്ട്, പാലുണ്ട്, പഴമുണ്ട്, എല്ലാം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലോണം കഴിക്കുക മക്കളൊക്കെ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിന് ശേഷം നമ്മൾ പ്ലേറ്റിൽ എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൻ്റെ മുകളിലേക്ക് കഴിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുമ്പ് ചേർത്ത് കൊടുക്കേണ്ട. മധുരം നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ട് ചേർക്കേണ്ടവർക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് മതിയുള്ളവർക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാതെ. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടുന്ന സമയത്ത് ഓവറാക്കണ്ട. കാരണം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അത്യാവശ്യം മധുരമുള്ളൊരു സാധനമല്ലേ. അപ്പോൾ നമുക്കത് ചേർക്കുന്ന സമയത്ത് നല്ല മധുരം ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് കുറച്ച് ചേർക്കുക. പിന്നെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ചെയ്ത് നോക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പഴം വേണേൽ ഉടച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾ ബ്രെഡ് ചൂടാക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ചെറിയ പഴം ഇതാക്കുന്നുണ്ട് അങ്ങനെ എടുക്കും. അപ്പോൾ ഇതാണല്ലോ എല്ലാവരും കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.